നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബോർഡിങ്ങിലോട്ട് പോവാണ്. അപ്പോൾ ഫൗസാൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്നെ അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം കണ്ട് ഓടിച്ചാടിപ്പോയിക്കൊണ്ടിരിക്കുക ഫൗസാൻ. അപ്പം എന്നോട് പറയാണ് പോകുന്ന വഴിക്ക് ആ വീഡിയോസൊക്കെ എടുക്കുക, നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇതൊക്കെ ഇടണ്ടേന്ന് പറഞ്ഞിട്ട്. അവനക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട്, അപ്പോൾ അതിലിടണം എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഫോട്ടോസൊക്കെ കുറേ എടുപ്പിച്ച്. കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഞാൻ ബുക്ക് മേടിച്ചിരുന്നു. അനിൽ പി ധർമ്മജൻ്റെ രാത്രി 12-ന് ശേഷം. നല്ല ബുക്കാണ് കേട്ടോ, വായിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫൗസാൻ ചുമ്മാ അതും വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ ഏകദേശം ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് കയറണം. മോർണിംഗ് നേരത്തെ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്ത കാര്യം നല്ല വിശപ്പായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളൊരു സാൻഡ്വിച്ചും ഒരു കോഫിയും കുടിച്ചു. ഇനിയിപ്പോൾ ഏകദേശം 1 മണിക്കൂറുണ്ട് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്. അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കഴിക്കാൻ വേണ്ടി KFC പാർസൽ ഏൽപ്പിച്ചു കേട്ടോ. പിന്നെ ഫൗസാൻക്ക് ഫ്ലൈറ്റിൽ നിന്ന് വായിക്കാൻ ഒരു ബുക്ക് മേടിച്ചു. എന്താ ഫൗസാൻ ബുക്കിൻ്റെ പേര്? വിംബി കിഡ്സ് എന്നാണ് ബുക്കിൻ്റെ പേര്. മൂപ്പരാൾ ബുക്കൊക്കെ അടിപൊളിയായിട്ട് ഇരുന്ന് വായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അങ്ങനെ ബുക്ക് വായനാശീലം കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു ബുക്ക് മേടിച്ചു കൊടുത്താൽ മൂപ്പര് വായിക്കുമല്ലോ എന്ന് അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ മൂപ്പരാൾ അടിപൊളിയായിട്ട് ബുക്കൊക്കെ വായിക്കും. ഇംഗ്ലീഷൊക്കെ അടിപൊളിയായിട്ട് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ.